ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കാറുണ്ടോ? ഇല്ല. പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയവർ നോക്കിയിരിക്കേണ്ടവരാണ് ക്രിസ്ത്യാനികൾ. ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കാർക്കും പാതാളത്തിൽ പോകണ്ട. ഒന്നോർക്കാം, പരാജിതരായ ഉപദേശകർക്ക് മുമ്പിൽ തലകുനിക്കാനുള്ളതല്ല ജീവിതം. ജീവിതം കഴിവുള്ളവരുടേതാണ്. ആ കഴിവ് പ്രകടിപ്പിക്കാനുള്ളത് കൂടിയാണ്. ഓണം കടന്നു വരികയാണല്ലോ, ആഘോഷങ്ങൾ കടന്നു വരികയാണല്ലോ. നമ്മുടെ സ്കൂളുകളില്, നമ്മുടെ കോളേജുകളില്, നമ്മുടെ നാടുകളില് ആഘോഷം നടക്കുമ്പോ അതിൽ പങ്കിടാൻ പാടില്ല. ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായി ഓണം പോലെ ഒരു ഉത്സവം മലയാളികൾക്കുള്ളത് കൊണ്ടാണ് പ്രളയം പോലുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ വരുമ്പോഴും മലയാളികളൊക്കെ ഒറ്റക്കെട്ടായി ഒത്തൊരുമയോടെ നിൽക്കുന്നതേ. ആ കൂട്ടിയിണക്കലുണ്ടല്ലോ, ആ ചേർക്കലുണ്ടല്ലോ, അത് മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത ഒരു അവകാശം. ഓണം പോലെ തന്നെ നമ്മളുടെയൊക്കെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ആ യോജിപ്പുണ്ടല്ലോ. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ജാതിക്കും മതത്തിനും അതീതമായി ഒരു സംസ്ഥാനത്തെ മുഴുവൻ ജനതയും ഏതെങ്കിലും ഒരു ഉത്സവം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അറിവില്ലായ്മയായി കണക്കാക്കി എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഈ ഉത്സവത്തെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമന്യേ എല്ലാവരും എല്ലാ മലയാളികൾക്കും ആഘോഷിക്കേണ്ട ഒരു ഉത്സവമാണ്. ആരോ ചെയ്തു വെച്ച ഒരു പുണ്യം, മലയാളികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നന്മ എന്ന് മാത്രം കരുതി അതിനെ ആഘോഷിക്കുക. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അവിടെ ജാതിക്കും മതത്തിനുമുള്ള വേലിക്കെട്ടിനുള്ളിൽ നിന്ന് ചിന്തിക്കാതെ ഓണം മലയാളികളുടെ, കേരളത്തിൻ്റെ ഒരു ഉത്സവമാണ് എന്ന് മാത്രം സങ്കല്പിച്ച് നമ്മൾ മുമ്പോട്ട് പോകുക. ഇത് ആഘോഷിക്കുക തന്നെ വേണം. ഈ ഓണം എന്ന് പറയുന്നത് ആഘോഷിച്ചില്ലെങ്കിൽ നമ്മൾ ചിലരുടെയൊക്കെ മുമ്പിൽ തോറ്റു കൊടുക്കുകയാണ്. ജീവിതത്തിൽ തോറ്റു കൊടുക്കണോ അതോ മലയാളികളുടെ ഒരു ഉത്സവത്തിൻ്റെ പേരിൽ നമ്മൾ ആഘോഷത്തിമിർപ്പിൽ പങ്കെടുക്കണോ എന്ന് നിങ്ങൾ ഓരോ മലയാളികളും ആലോചിച്ച് തീരുമാനിക്കുക. കാരണം ഈ ഓണത്തെയും മാവേലിയും ഒക്കെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ചില ആൾക്കാർ ഇക്കൂട്ടത്തിലുണ്ട് കേട്ടോ. അവർക്ക് മുമ്പിൽ തോറ്റു കൊടുക്കാതിരിക്കാനായിട്ട് വരും തലമുറകൾക്ക് ഒരു മാതൃകയായി നമ്മൾ ചിന്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ഓണം.